ഇന്ന് നമ്മൾ ഇറ്റലിയിലെ നേപ്പിൾസിന്റെ അടുത്തുള്ള പൊമ്പൈ എന്ന സ്ഥലത്ത് പൊമ്പൈ മാതാവിന്റെ ബസിലിക്കയിലാണ്. ഈ ബസിലിക്കയുടെ ചരിത്രം 1866 മെയ് മാസത്തിൽ ബെർത്തോളോ ലുങ്കോ എന്ന ഒരു അഡ്വക്കേറ്റിന് കിട്ടിയ ഒരു ആത്മീയ അനുഭവത്തിന്റെ ഫലമാണ്. ഇദ്ദേഹം ഒരു ദിവസം ഗ്രാമപ്രദേശത്തിലൂടെ നടക്കുമ്പോൾ ഒരു സ്വരം കേൾക്കുന്നു. ആര് രക്ഷ ആഗ്രഹിച്ച് അന്വേഷിക്കുന്നുവോ അവൻ ജപമാല ചൊല്ലട്ടെ. പിന്നീട് ഒരു വാഗ്ദാനമായിരുന്നു, ആര് ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നുവോ അയാൾ വിശുദ്ധനാണ് എന്ന്. പിന്നീട് അദ്ദേഹം തന്നെ ഈ ഒരു മാതാവിൻ്റെ ചിത്രം രൂപപ്പെടുത്തുകയും അവിടെ ഒരു ദേവാലയം പണിയുകയും പിന്നീട് അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്യുകയാണ്. 1901 ലയോ 13 പാപ്പ ഈ തീർത്ഥാടന കേന്ദ്രത്തെ ലോകത്തിൻ്റെ ഇടവക എന്ന് നാമകരണം ചെയ്തു. ഇനി മാതാവിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത, മാതാവ് കിരീടം ധരിച്ച രൂപത്തിലും മാതാവിൻ്റെ രൂപത്തിൻ്റെ താഴെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും സിയന്നയിലെ വിശുദ്ധ കാതറിൻ്റെയും രൂപം നമുക്ക് കാണാം. മാതാവ് വിശുദ്ധ കാതറിന് ജപമാല നൽകുകയും ഉണ്ണീശോ വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 1875 ഈ ചിത്രം ഈ ബസിലിക്കയിലേക്ക് എത്തുന്നത്. ഈ ദേവാലയത്തിന്റെ അടിഭാഗത്തുള്ള ക്രിപ്റ്റിൽ ബെർത്തോളോ ലുങ്കോയുടെ കുടിമാടവും അതിനോട് അനുബന്ധിച്ചുള്ള ഭാഗത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയും തിരുശേഷവും ഒക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ബെർത്തോളോ ലുങ്കോയെ വാഴ്ത്തപ്പെട്ടവനായി 1980 ഒക്ടോബർ 27 ജോൺ പോൾ II മാർപ്പാപ്പ നാമകരണം ചെയ്തു. ജോൺ പോൾ II പാപ്പ തന്നെ 2 പ്രാവശ്യം ഈ ബസിലിക്കയിൽ സന്ദർശിക്കുകയും ബെനഡിക്ട് പാപ്പ 1 പ്രാവശ്യം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്.